هم خير من خلق الإله ومن السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على رسول الله صلى الله عليه وسلم وعلى آله وصحبه أجمعين الفائزين برضا أما بعد. സ്നേഹമുള്ളവരെ, സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മയും നമ്മുടെ മാതാപിതാക്കളെയും ഉസ്താദുമാരെയും നമ്മുടെ ഇണകളെയും മക്കളെയും കൂട്ടുകുടുംബങ്ങളെയും സ്നേഹിക്കുന്നവരെയും സഹായിക്കുന്നവരെയും കുടുംബാംശങ്ങളെയും ത്വാമണ്ട് വസീയത്തിൻ്റെയും ലോക മുസ്ലിങ്ങളെയും അവൻ്റെ ഹവര വിജയങ്ങൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. സ്വർഗീയ ലോകത്ത് മഹാന്മാരോടൊപ്പം സംഗമിക്കാൻ നമുക്കോർക്കും അല്ലാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ. വിശുദ്ധ റമദാനിലെ 5-ാമത്തെ ദിനത്തിലേക്ക് ഈ വർഷം അൽഹംദുലില്ലാഹ് നമ്മൾ കാലെടുത്ത് വെച്ചിരിക്കുകയാണ്. റഹ്മത്തിന്റെ 10ന്റെ പകുതി ഭാഗം ഇന്നോടുകൂടി, ഈ വർഷത്തെ റഹ്മത്തിന്റെ 10ന്റെ പകുതി ഭാഗം ഇന്നോടുകൂടി പൂർത്തിയാക്കുകയാണ്. ഷഹർ റമദാന അവലുഹു റഹ്മത്തുൻ വൗസത്തുഹു മഗ്ഫിറത്തുൻ വാഖിറുഹു ഇത്ഖും മിനൻ നാർ എന്നാണല്ലോ. റമദാനിന്റെ ആദ്യ ഭാഗം, ആദ്യത്തെ 10 റഹ്മത്തിന്റെ 10ആണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് അവന്റെ റഹ്മത്തിനെ ചോദിച്ചു കൊണ്ടേയിരിക്കേണ്ട ഒരു അവസരത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ റഹ്മത്ത് കൊണ്ട് മാത്രമേ നമുക്ക് രക്ഷപ്പെടാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. നമ്മുടെ ഇബാദത്ത് കൊണ്ട് ഒരിക്കലും അള്ളാഹുവിന്റെ അടുക്കൽ രക്ഷപ്രാപിക്കാൻ നമുക്ക് സാധിക്കില്ല. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പോലും പറഞ്ഞത്, നിങ്ങളിൽ ഒരാളെയും അവന്റെ അമല് രക്ഷിക്കുകയില്ല. അവൻ ചെയ്ത പ്രവർത്തനങ്ങൾ, സാലിഹായ പ്രവർത്തനങ്ങൾ ഒരാളെയും രക്ഷപ്പെടുത്തൂല. അപ്പൊ സഹാബത്ത് ചോദിച്ചു, വലാന്ത യാ റസൂലല്ലാഹ്, അള്ളാഹുവിന്റെ റസൂലേ, അങ്ങയുടെ കാര്യം അങ്ങനെ തന്നെയാണ്? ഒരു തെറ്റും ചെയ്യാത്ത, ഒരുപാട് ഇബാദത്ത് എടുക്കുന്ന അങ്ങയുടെ കാര്യം അപ്രകാരം തന്നെയാണോ? റഹ്മത്തുണ്ടായാൽ മാത്രമേ അങ്ങും രക്ഷപ്പെടുകയുള്ളൂ. അപ്പൊ അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, വലാ അന, ഞാനും രക്ഷപ്പെടൂല്ല. ഇല്ലാ യതഅമ്മദനില്ലാഹു ബിറഹ്മത്തിൻ മിൻഹു ഫദ്ലിൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ കാരുണ്യം കൊണ്ടും ഔദാര്യം കൊണ്ടും എന്നെ മൂടിപ്പൊതിഞ്ഞാലല്ലാതെ ഞാൻ പോലും അള്ളാഹിന്റെ അടുക്കൽ രക്ഷപ്പെടുകയില്ല എന്നാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അപ്പൊ അള്ളാഹിന്റെ റഹ്മത്ത് കൊണ്ടാണ് നമ്മളൊക്കെ അള്ളാഹുവിന്റെ അടുക്കൽ രക്ഷപ്പെട്ടു പോകേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് ഒരുപാട് കാരുണ്യം കാണിക്കുന്നവനാണ്. നാം ഒരു സത്യവിശ്വാസി നിർബന്ധമായും നിസ്കരിക്കേണ്ട 5 വക്ത് നിസ്കാരത്തിൽ നാം ഒരു ദിവസം ഒരുപാട് പ്രാവശ്യം അള്ളാഹുവിന്റെ റഹ്മത്തിനെ കുറിച്ച് നാം സംസാരിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. ഒരു ദിവസം ഫർളായ നിസ്കാരം 17 റക്അത്ത് ഫർളായ നിസ്കാരമുണ്ട്. ഫർള് മാത്രം നിസ്കരിക്കുന്ന ഒരാൾ തന്നെ അവന്റെ ഒരു റക്അത്തിൽ 2 പ്രാവശ്യം റഹ്മാൻ റഹീം എന്ന വാക്യം ഉച്ചരിക്കുന്നുണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അതുപോലെ തന്നെ അർറഹ്മാനിർ റഹീം. എല്ലാ ഓരോ റക്അത്തും 2 പ്രാവശ്യം റഹ്മാൻ റഹീം എന്ന് ഉച്ചരിക്കുന്ന ഒരു മനുഷ്യൻ അവന്റെ ഒരു ദിവസത്തെ നിസ്കാരത്തിൽ അവൻ 34 പ്രാവശ്യം ചുരുങ്ങിയത് ഉച്ചരിക്കുന്നുണ്ട്. സുന്നത്ത് നിസ്കാരം നിസ്കരിക്കുകയും മറ്റു നിസ്കാരങ്ങൾ, സുന്നത്തായ മറ്റു നിസ്കാരങ്ങൾ നിസ്കരിക്കുകയും, അതുപോലെ തന്നെ ജീവിതത്തിന്റെ വിവിധ സമയങ്ങളിൽ നാം ഭക്ഷണം കഴിക്കലടക്കം ബിസ്മി ചൊല്ലുമ്പോൾ ഒരുപാട് പ്രാവശ്യം നാം റഹ്മാൻ റഹീം എന്ന് ഓരോ ദിവസവും ഒരു സത്യവിശ്വാസി പറഞ്ഞുകൊണ്ടേയിരിക്കുന്നുണ്ട്. അപ്പൊ അള്ളാഹുവിന്റെ ആ റഹ്മത്തിനെ കുറിച്ച് നാം എപ്പോഴും ബോധവാന്മാരാകേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ കാരുണ്യം കൊണ്ട് നമ്മളെ രക്ഷപ്പെടുത്തുമെന്ന നല്ലൊരു ചിന്ത നമുക്കുണ്ടാകണം. അതുകൊണ്ട് തെറ്റ് ചെയ്യാനുള്ള ഒരു സർട്ടിഫിക്കറ്റ് അല്ല. ഒരു സത്യവിശ്വാസിയുടെ ജീവിതം പ്രത്യാശയുടെയും ഭയത്തിന്റെയും പ്രതീക്ഷയുടെയും ഇടയിലായിരിക്കണം ഒരു സത്യവിശ്വാസിയുടെ ജീവിതം. അള്ളാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ച് നമുക്ക് ഭയം വേണം. അതോടൊപ്പം അവന്റെ റഹ്മത്തിൽ പ്രതീക്ഷ അർപ്പിക്കുകയും ചെയ്യണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ റഹ്മത്ത് കൊണ്ട് ഒരുപാട് നേട്ടങ്ങൾ നമുക്ക് ചെയ്തു തരുന്നുണ്ട്. ഒരു സാലിഹായ അമൽ ചെയ്യാൻ നാം കരുതി, പക്ഷെ ചെയ്തില്ല, എന്നാൽ പോലും ഒരു കൂലി അള്ളാഹു രേഖപ്പെടുത്തും. എന്തോ ഒരു നല്ല പ്രവർത്തനം ചെയ്യാൻ വേണ്ടി നമ്മൾ കരുതി, പക്ഷെ ചെയ്തില്ല, എന്നാൽ ഒരു കൂലിയാണ്. ചെയ്താലോ അതിന് ഒരു കൂലിയല്ല, 10 മുതൽ 700 മുതൽ 70,000 വരെ അങ്ങനെ അതിന്റെ കൂലി അല്ലാഹു സുബ്ഹാനഹു വ തആല വർദ്ധിപ്പിക്കുന്നു. അപ്പൊ ചെയ്യാൻ കരുതി ചെയ്തില്ലെങ്കിൽ പോലും ഒരു കൂലി, ചെയ്താലോ അത് 10 മടങ്ങ് വർധനവിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല എത്തിക്കുന്നു. നേരെ മറിച്ച് ഒരാൾ ഒരു തിന്മ ചെയ്യാൻ വേണ്ടി കരുതി, അത് ചെയ്തില്ല, എന്നാൽ തിന്മ കരുതിയിട്ട് ചെയ്യാത്തതിന് ഒരു കൂലി അവന് രേഖപ്പെടുത്തും. തിന്മ കരുതി ചെയ്താലോ അതിന് ഒരു കുറ്റം മാത്രമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല രേഖപ്പെടുത്തുന്നത്. അതുപോലെ
ഇരട്ട് കുറ്റം അള്ളാഹു എന്താകുന്നില്ല രേഖപ്പെടുത്തുന്നത്. നേരത്തെ നമുക്ക് 10 മുതൽ 70, 700, 70,000 അങ്ങനെ പോകുന്നല്ലോ. തിന്മ ചെയ്താൽ ഇരട്ടിപ്പിക്കുന്നില്ല, തിന്മയുടെ കുറ്റം മാത്രമാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകുന്നത്. അവൻ കാരുണ്യവാനാണ്. നാം എപ്പോഴും അള്ളാഹിന്റെ റഹ്മത്തിനെ കുറിച്ച് ആശമറിയാതെ ജീവിക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ പറഞ്ഞത് ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം ലാ തഖനതു മിർ റഹ്മത്തില്ലാഹ് ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ. നബി അങ്ങ് പറയണം, യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം, സ്വന്തം ശരീരങ്ങളുടെ മേൽ പരിധി വിട്ട് കിടന്ന എന്റെ അടിമകളെ, ലാ തഖനതു മിർ റഹ്മത്തില്ലാഹ്, അള്ളാഹിന്റെ റഹ്മത്തിനെ തൊട്ട് നിങ്ങൾ ആശ മുറിഞ്ഞു പോകരുത്. ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ, നിശ്ചയമായും അല്ലാഹു സുബ്ഹാനഹു വ തആല പാപങ്ങളെ മുഴുവനും പുറത്തു തരും. അപ്പോ സ്വന്തം ശരീരങ്ങളിൽ പരിധി വിട്ട് കിടന്ന അടിമകളെ, തെറ്റ് ചെയ്ത അടിമകളെ നിങ്ങൾ അള്ളാഹിന്റെ റഹ്മത്തിൽ ആശ മുറിഞ്ഞു പോകരുത്. അള്ളാഹു എല്ലാവരുടെയും എല്ലാ പാപങ്ങളെയും പുറത്തു തരുമെന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. വിശുദ്ധ ഖുർആനിൽ ഏറ്റവും പ്രതീക്ഷയുള്ള ആയത്തേത് എന്ന ചർച്ചയിൽ ഒരു വിഭാഗം പണ്ഡിതന്മാർ പറയുന്നത്, വിശുദ്ധ ഖുർആനിൽ ഏറ്റവും സത്യവിശ്വാസികൾക്ക് പ്രതീക്ഷ നൽകുന്ന ആയത്താണ് ഈ ആയത്ത്. നിങ്ങൾ അള്ളാഹിന്റെ റഹ്മത്തിൽ ആശ മുറിഞ്ഞു പോകരുത് എന്നുള്ള ആയത്ത്. അപ്പൊ അള്ളാഹിന്റെ റഹ്മത്തിൽ നമ്മൾ ആശ മുറിഞ്ഞു പോകരുത്. അള്ളാഹിന്റെ റഹ്മത്തിൽ പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ടേക്ക് പോകണം. ഹബീബായ റസൂലുള്ളാഹി തങ്ങളുടെ ഹദീസ് കാണാം, അള്ളാഹു സൃഷ്ടികളെ സൃഷ്ടിച്ചപ്പോ അർശിന്റെ മേൽ അള്ളാഹു എഴുതി വെച്ചിട്ടുണ്ട്, ഇന്ന റഹ്മത്തി വലബത്തു അറബി, നിശ്ചയമായും എന്റെ കാരുണ്യം എന്റെ ദേശത്തെ പരാജയപ്പെടുത്തുന്നു. എന്റെ കാരുണ്യം എന്റെ ദേശത്തെ പരാജയപ്പെടുത്തിയിരിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് അടിമകളോട് ദേഷ്യമുണ്ടാകും. അടിമകൾ തെറ്റ് ചെയ്യുമ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല അടിമകളോട് കോപിക്കും. പക്ഷേ ആ കോപത്തെ അള്ളാഹുവിന്റെ കാരുണ്യം പരാജയപ്പെടുത്തി കളയുമെന്ന് അർശിന്റെ മേൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എഴുതി വെച്ചിട്ടുണ്ട് എന്നാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അല്ലാഹു സുബ്ഹാനഹു വ തആല 100 റഹ്മത്തിനെ പടച്ചിട്ടുണ്ട്. അതിൽ ഒന്ന് മാത്രമാണ് ഭൂമിയിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറക്കിയത്. ബാക്കി 99ഉം പാരത്രിക ലോകത്തേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വേണ്ടി പിന്തിച്ചു വെച്ചിരിക്കുകയാണ്. ദുനിയാവിൽ ഇറക്കിയ ഒറ്റ റഹ്മത്തിന്റെ ഫലമായിട്ടാണ് ഇന്ന് ദുനിയാവിൽ എല്ലാ ജീവജാലങ്ങളും കാണിക്കുന്ന കരുണകൾ, മൃഗങ്ങൾ തങ്ങളുടെ കുട്ടികളോട് കാണിക്കുന്ന കരുണകൾ, അതുപോലെ തന്നെ മനുഷ്യർ തങ്ങളുടെ മക്കളോട് കാണിക്കുന്ന കാരുണ്യങ്ങൾ ഒക്കെ ദുനിയാവിൽ അള്ളാഹു ഇറക്കിയ ഒറ്റ റഹ്മത്തിന്റെ, ഈ ലോകത്തുള്ള ആകമാന സ്നേഹവും കാരുണ്യവും ദയാവായ്പും ഒക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല ദുനിയാവിൽ ഇറക്കിയ ഒറ്റ റഹ്മത്തിന്റെ ഫലമായിട്ടാണ്. എന്നാൽ ബാക്കി സത്യവിശ്വാസികൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല പാരത്രികമായ ലോകത്തേക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല പിന്തിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോ ആ റഹ്മത്തിൽ പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ട് നമ്മൾ അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് റഹ്മത്തിനെ സദാ ചോദിച്ചുകൊണ്ട്, പ്രത്യേകിച്ച് ഈ റഹ്മത്തിന് വേണ്ടി എല്ലാ അവസരവും, ഒരു വർഷത്തിലെ എല്ലാ ദിവസങ്ങളിലും നാം അള്ളാഹുവിനോട് റഹ്മത്ത് ചോദിക്കണം. അവന്റെ റഹ്മത്ത് വിശാലമാണ്. റമദാനിൽ ഈ 10 ദിവസം പ്രത്യേകിച്ച് അത് ഓരോ ഓഫറിന്റെ ദിനരാത്രങ്ങളായതുകൊണ്ട് തന്നെ റഹ്മത്തിനെ മനസ്സറിഞ്ഞുകൊണ്ട് ചോദിക്കാൻ വേണ്ടി നമ്മൾ തയ്യാറാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ റഹ്മത്ത് കൊണ്ട് നമ്മെ രക്ഷിക്കുമെന്ന ബോധം നമുക്കുണ്ടാകണം. തെറ്റിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കലോടുകൂടി വല്ല തെറ്റുകുറ്റങ്ങൾ നമ്മൾ സംഭവിച്ചു വിട്ടെങ്കിൽ ആശമുറിഞ്ഞു പോകാതെ അള്ളാഹിന്റെ റഹ്മത്തിൽ പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ട് മുന്നോട്ടേക്ക് പോകാൻ വേണ്ടി തയ്യാറാണ്. നാം ഈ ലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഒരുപാട് റഹ്മത്ത് ആസ്വദിച്ചുകൊണ്ടാണ് ജീവിക്കുന്നത്. ലോകത്തുള്ള എല്ലാ വസ്തുക്കളിലേക്കും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ റഹ്മത്ത് വ്യാപിച്ചു കിടക്കുന്നുണ്ട് എന്ന കാര്യം നാം മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ റഹ്മത്ത് കൊണ്ട് നമ്മളെ നരകത്തിലേക്ക് ഇട്ട് ശിക്ഷിക്കില്ല എന്നൊരു ചിന്ത നമുക്കുണ്ടാകുക. ഹബീബായ റസൂലുള്ളാഹി തങ്ങളുടെ സന്നിധിയിൽ യുദ്ധ തടവുകാരെ ഹാജരാക്കപ്പെട്ട സമയത്ത് ആ യുദ്ധ തടവുകാരിൽ നിന്ന് ഒരു സ്ത്രീ, തന്റെ മുലയിൽ നിന്ന് പാൽ ചുരത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ത്രീയും ആ യുദ്ധ തടവുകാരുടെ കൂട്ടത്തിലുണ്ടായിരുന്നു. ആ അവസരത്തിൽ അവൾ തന്നെ തടവുകാരെ പിടിക്കപ്പെട്ടു എന്ന ചിന്തയല്ലാതെ അവൾ അകലെ കണ്ട ഒരാൺകുഞ്ഞിനെ എടുത്ത് ആ തടവുകാരുടെ ഇടയിൽ ആ പെണ്ണ് അങ്ങോട്ടും ഇങ്ങോട്ടും നിരീക്ഷിച്ചു. അവരുടെ കൂട്ടത്തിൽ ഒരു ഭാഗത്ത് ഒരു ആൺകുഞ്ഞിനെ കണ്ടപ്പോൾ അതിനെടുത്ത് മുലയൂട്ടാൻ വേണ്ടി തുടങ്ങി. ഇത് കണ്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനോട് പറഞ്ഞു, ഈ പെണ്ണ് ഈ കുഞ്ഞിനെ തീയിലിടുമെന്ന് നിങ്ങൾക്ക് അഭിപ്രായമുണ്ടോ? സഹാബത്ത് ഒന്നിടം പറഞ്ഞു, ഇല്ല റസൂലേ, ആ പെണ്ണിന് ആ കുഞ്ഞിനെ തീയിലിടാൻ വേണ്ടി സാധിക്കില്ല. അപ്പൊ അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഇവൾക്ക് ഈ കുഞ്ഞിനോടുള്ളതിലും കാരുണ്യം അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് അവന്റെ അടിമകളോടുണ്ട് എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അപ്പോ അള്ളാഹിന്റെ റഹ്മത്ത്
അള്ളാഹു സുബ്ഹാനഹു വ തആല റഹ്മത്ത് കൊണ്ട് നമ്മെ നരകത്തിലിട്ട് ശിക്ഷിക്കില്ല എന്നൊരു ചിന്ത നമുക്കുണ്ടാകുക, തെറ്റിൽ നിന്ന് മാറി നിൽക്കുക. അങ്ങനെ അള്ളാഹിന്റെ റഹ്മത്തിൽ പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ട് ഈ റഹ്മത്തിന്റെ പത്തിൽ കൂടുതൽ റഹ്മത്തിനെ ചോദിച്ച് മുന്നോട്ടേക്ക് പോകാൻ വേണ്ടി നമുക്ക് സാധിക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ റഹ്മത്തിൽ പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ട് മുന്നേറാനും അവന്റെ റഹ്മത്ത് കൊണ്ട് ഈ ഐഹികമായ ലോകത്തും മരിക്കുന്ന വേളയിലും ഖബറിലും മഹ്ശറിലും രക്ഷപ്പെടാൻ നമുക്കും നമ്മോട് ബന്ധപ്പെട്ട എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വാഖിർ ദവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.